Hi students, welcome to Learners India's Chemistry class. ഏവർക്കും ലേണേഴ്സ് ഇന്ത്യയുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ 10th സ്റ്റാൻഡേർഡിൽ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ വർഷം എക്സാമിനേഷൻ പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്. അതായത് ബോർഡ് എക്സാം 2 ടേമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസും പാറ്റേൺ മാറിയിട്ടുണ്ട്. കാരണം അതിൽ MCQ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് MCQ എന്ന് പറയുമ്പം ആ ഓരോ ടോപ്പിക്കിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് MCQ ആണ്. കാരണം ഓരോ ടോപ്പിക്കും ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനകത്ത് വരുന്ന MCQ ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ കെമിസ്ട്രി കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആണ്. നമുക്കതിൽ നോക്കാം എന്താണ് അതിനകത്ത് ടോപ്പിക്കുകളുടെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെ റിലേറ്റ് ചെയ്ത് MCQ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ ഫസ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പം കെമിക്കൽ റിയാക്ഷൻസും അതിൻ്റെ ടൈപ്സും, അപ്പോൾ ഇതിൽ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് അതിൻ്റെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസും ഉണ്ട്. പിന്നീട് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പം ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ, അതും ഈ ടോപ്പിക്കിൽ അതായത് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് നോക്കാം. അതായത് കെമിക്കൽ റിയാക്ഷൻ നമുക്കറിയാം, നമ്മൾ ലാബിലൊക്കെ സബ്സ്റ്റൻസ് മിക്സ് ചെയ്ത് നമ്മൾ കെമിക്കൽസ് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ പ്രോഡക്റ്റൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ലാബിൽ ചെയ്യാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടായിരിക്കും എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ 2 കെമിക്കൽസ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്, അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസസ് റിയാക്ട് ചെയ്ത് അതിന് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുന്നത്, അതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആ റിയാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ എന്താണ് നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ നമ്മൾ എന്താണ് പറയുന്നത്? അതിനെ നമ്മൾ പറയുന്നത് റിയാക്റ്റൻസ് എന്നാണ്. അപ്പം ഇവിടെ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് മിക്സ് ചെയ്യുമ്പോൾ അത് റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഒരു പ്രോഡക്റ്റാണ് അല്ലേ? അപ്പം ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ഒരു പുതിയ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയാൽ അതിനർത്ഥം എന്താണ്? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നീട് ഈ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് റിയാക്ഷൻ കാണുവാണെങ്കിലും അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഇൻഡിക്കേഷൻസ് കാണും. അതിൽ ആ ഇൻഡിക്കേഷൻസ് കണ്ടതിന് ശേഷമാണ് നമ്മൾ അതിനൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്കറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ടെസ്റ്റ് ട്യൂബിൽ 2 സബ്സ്റ്റൻസ് എടുത്ത് മിക്സ് ചെയ്തു. അപ്പോൾ അതിൽ ഒന്നുകിൽ അതിനൊരു കളർ ചേഞ്ച് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റ് ചേഞ്ച് ആകാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഡിക്കേഷൻസ് കാണുമ്പോഴാണ് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഡിക്കേഷൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഇൻഡിക്കേഷൻസ് ആണ് എന്തൊക്കെയാണ്? ഇവിടെ നോക്കൂ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു മാറ്ററിൻ്റെ സോളിഡ് ടു ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റിന് ചേഞ്ച് വരിക, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കളർ. ഓക്കെ, അപ്പോൾ ആ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന കളർ ചേഞ്ച്. പിന്നീട് എവല്യൂഷൻ ഓഫ് ഗ്യാസ്, അപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റായിട്ട് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്കറിയുന്നത്. അടുത്തത് ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ആയിരിക്കാം. ഓക്കെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് എ പ്രിസിപ്പിറ്റേറ്റ്. എന്താണ് ഈ പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്? അതിനൊരു കിട്ടുന്ന ഒരു പ്രോഡക്റ്റിൽ വൺ ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സോളിഡ് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അതായിരിക്കും ഒരു പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് നമ്മൾ ഒരു ഇൻഡിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇൻഡിക്കേഷൻസ് ആയിട്ട് പറയുന്ന ഇത്രയും ചേഞ്ചസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് എന്തറിയാം? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് 1-2 MCQ ചെയ്യാം. അപ്പം നമുക്ക് ഈ വർഷം MCQ ആണ്, അതുകൊണ്ട് നമുക്ക് അതിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കൂ എന്താണ് ഇവിടെ ആ ക്വസ്റ്റ്യൻ നോക്കൂ. വൺ ഓഫ് ദി ഫോളോയിങ് പ്രോസസ്സസ് ഡസ് നോട്ട് ഇൻവോൾവ് എ കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ് ഈസ്
ഇപ്പം നമുക്ക് ഇത് MCQ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, അതിനകത്ത് 4 ഓപ്ഷൻസ് കാണും. അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം നോക്കാം, നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണോ ഓപ്ഷൻസ് എന്ന് നോക്കാം. ഇവിടെ നോക്ക്, ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഇത് നോക്കൂ, മെൽറ്റിംഗ് ഓഫ് കാൻഡിൽ വാക്സ് വെൻ ഹീറ്റഡ്, അതൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിൽ വൺ ഓഫ് ദി ഫോളോയിങ് പ്രോസസ്സസ് ഡസ് നോട്ട് ഇൻവോൾവ് എ കെമിക്കൽ റിയാക്ഷൻ എന്നാണ്. ഇതിൽ ഈ 4 എണ്ണത്തിൽ ഒരെണ്ണത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല, അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. മെൽറ്റിംഗ് ഓഫ് കാൻഡിൽ വാക്സ് വെൻ ഹീറ്റഡ്, എല്ലാവരും മെഴുകുതിരി കത്തിക്കും വീട്ടിൽ. അപ്പോൾ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്യാൻഡിൽ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സോളിഡിൽ നിന്ന് അത് ലിക്വിഡിലേക്ക് മാറുന്നു. അപ്പോൾ അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണോ? ആണോ? ഓക്കെ, നോക്കാം. ബേണിംഗ് ഓഫ് കാൻഡിൽ വാക്സ് വെൻ ഹീറ്റഡ്, അപ്പോൾ ഇവിടെ ബേണിംഗ് ഓഫ് കാൻഡിൽ വാക്സ് വെൻ ഹീറ്റഡ്. അപ്പോൾ ഇവിടെ നോക്ക്, ഈ 2 ഓപ്ഷനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുമ്പോൾ ഈ രണ്ടും നടക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് മെൽറ്റിംഗ് ഓഫ് കാൻഡിലാണ്, മറ്റേതെന്ന് പറയുന്നത് ബേണിംഗ് ഓഫ് കാൻഡിലാണ്. ഇതിലെന്താണ് വ്യത്യാസം? ഇതിലേതിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്? ഇതിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ബേണിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെൽറ്റിംഗ് ഓഫ് കാൻഡിലാണോ ഇതിൻ്റെ ഓപ്ഷൻ? നോക്കാം. അടുത്ത് നോക്കൂ, ഡൈജഷൻ ഓഫ് ഫുഡ് ഇൻ അവർ സ്റ്റൊമക്ക്. ഓക്കെ, ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് എൻസൈംസിൻ്റെ പ്രസൻസിൽ അതിന് ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതൊരു കെമിക്കൽ റിയാക്ഷൻ ആകാം അല്ലേ? അപ്പം റൈപ്പനിങ് ഓഫ് ബനാന, അപ്പോൾ റൈപ്പനിങ് ഓഫ് ബനാന എന്ന് പറഞ്ഞാൽ പഴം പഴുത്തു കഴിഞ്ഞാൽ അതിനൊരു കെമിക്കൽ ആക്ഷൻ നടക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതാണ് അത് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാത്തത് ഏതായിരിക്കാം? ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണോ അതിൻ്റെ ഓപ്ഷൻ? മെൽറ്റിംഗ് ഓഫ് കാൻഡിൽ വെൻ ഹീറ്റഡ്, അതിന് ഒരു ചേഞ്ചും വരുന്നില്ലല്ലോ, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ലല്ലോ. കാരണം അവിടെ മെൽറ്റ് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നേ ഉള്ളൂ. ഇത് മറ്റ് 3 ഓപ്ഷൻ പോലെ അതിനൊരു റിയാക്ഷൻ അവിടെ നടക്കുന്നില്ല, പുതിയ പ്രോഡക്റ്റും ഉണ്ടാകുന്നില്ല. അപ്പോൾ മെൽറ്റിംഗ് ഓഫ് കാൻഡിൽ വാക്സ് വെൻ ഹീറ്റഡ്, അതാണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് നടക്കുന്നില്ല? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്താണ്? അതിനകത്തൊരു പുതിയ പ്രോഡക്റ്റ് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പം ക്ലിയർ ആയല്ലോ. അപ്പം നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇത് നോക്കൂ, അതും കെമിക്കൽ റിയാക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എങ്ങനെയാണ്? വിച്ച് വൺ ഓഫ് ദ ഗിവൺ പ്രോസസ്സസ് ഇൻവോൾവ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചത് കെമിക്കൽ റിയാക്ഷൻ നടക്കാത്ത ഒരു റിയാക്ഷനെയാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. നോക്ക്, വിച്ച് വൺ ഓഫ് ദ ഗിവൺ പ്രോസസ്സസ് ഇൻവോൾവ്സ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇനി നമുക്കിവിടെ 4 ഓപ്ഷൻ തരും. അതിൽ ഏതിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കാത്തത്? വിച്ച് വൺ ഓഫ് ദ ഗിവൺ പ്രോസസ്സ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതിൻ്റെ ഓപ്ഷൻസ് നോക്കൂ, എന്തൊക്കെയാണ്? സ്റ്റോറിങ് ഓഫ് ഓക്സിജൻ ഗ്യാസ് അണ്ടർ പ്രഷർ ഇൻ എ ഗ്യാസ് സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഈ നമുക്കറിയാം ഓക്സിജൻ നമ്മൾ ഹൈ പ്രഷറിൽ ഗ്യാസ് സിലിണ്ടേഴ്സിൽ ഫില്ല് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ യൂസിനൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റോറിങ് ഓഫ് ഓക്സിജൻ ഗ്യാസ് അണ്ടർ പ്രഷർ ഇൻ എ ഗ്യാസ് സിലിണ്ടർ. അപ്പോൾ അവിടെ അതിനെ ഹൈ പ്രഷറിൽ അത് സ്റ്റോർ ചെയ്യുന്നതേ ഉള്ളൂ, അവിടെ വേറൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഓക്സിജൻ ഗ്യാസ് ഈസ് സ്റ്റോർഡ് ഇൻ എ സിലിണ്ടർ അണ്ടർ പ്രഷർ. ഓക്കെ, രണ്ടാമത്തത്, അപ്പോൾ അതെന്താണ്? അതൊരു ആദ്യത്തതിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കൂ. ഇനി അടുത്തത് കീപ്പിംഗ് പെട്രോൾ ഇൻ എ ചൈന ഡിഷ് ഇൻ ദ ഓപ്പൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്രോൾ എടുത്തൊരു ചൈന ഡിഷിൽ വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ പെട്രോൾ എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ ലിക്വിഡാണ്, അത് ഈസിലി വോളറ്റൈലാണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് അത് ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരു ലിക്വിഡാണ്. അപ്പോൾ അതിനെ നമ്മൾ ചൈന ഡിഷിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനെന്തായിരിക്കും സംഭവിക്കുന്നത്? നോക്കാം നമുക്ക്. അതിനെന്തെങ്കിലും സംഭവിക്കും? അത് ജസ്റ്റ് ഇവോപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ലിക്വിഫാക്ഷൻ ഓഫ് എയർ
എയർ ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റിന് അതിനെ ലിക്വിഫൈ ചെയ്യുകയാണ്. ലിക്വിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ഫോമിലേക്ക് മാറുക. അപ്പോൾ ഗേഷ്യസ് ഫോമിനെ ലിക്വിഡ് ഫോമിലേക്ക് മാറി. അപ്പോൾ അവിടെയും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല, അവിടെ ജസ്റ്റ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത നാലാമത്തെ ഓപ്ഷൻ എന്താണ്? ഹീറ്റിംഗ് കോപ്പർ വയർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ കോപ്പർ വയർ ഹീറ്റ് ചെയ്യുമ്പം ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. കാരണം കോപ്പർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ അതിൻ്റെ ഓക്സൈഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, കാരണം അവിടെ ഒരു പുതിയ പ്രോഡക്റ്റ് കിട്ടുന്നില്ലേ. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ഓപ്ഷൻ ഏതാണ്? അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ, ക്ലിയർ ആയല്ലോ ഏതാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ഓപ്ഷൻ. യെസ്, ദാറ്റ് ഈസ് ദിസ് വൺ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് അല്ലേ. അപ്പോൾ ഹീറ്റിംഗ് കോപ്പർ വയർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ കോപ്പർ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് അവിടെ കോപ്പർ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ബാക്കിയെല്ലാം അതിൽ നമുക്കൊരു ഫിസിക്കൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷൻ ഇത് തന്നെയാണോ? യെസ്, അതിൻ്റെ സൊല്യൂഷൻ ഏതാണ്? ഹീറ്റിംഗ് കോപ്പർ വയർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് എന്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ. അപ്പോൾ ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലേ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ എല്ലാം അതാണ് സംഭവിക്കുന്നത്, മറ്റതെല്ലാം ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതാണ് ഹൗ ഡു യു കം ടു നോ ദാറ്റ് എ കെമിക്കൽ റിയാക്ഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമ്മൾ അറിയുന്നത്? അപ്പോൾ നമ്മൾ ആ ഇൻഡിക്കേഷൻസ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കുറച്ച് ഇൻഡിക്കേഷൻസ് പറഞ്ഞു. അപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്കറിയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നുവെന്ന്. അപ്പോൾ നമുക്കതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ എവല്യൂഷൻ ഓഫ് എ ഗ്യാസ്. എവല്യൂഷൻ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് അതൊരു ഇൻഡിക്കേഷൻ ആണോ? അല്ലേ, ആണ് അല്ലേ. അപ്പം നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്, ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. എവല്യൂഷൻ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ഓക്കെ, പിന്നീട് ഫോർമേഷൻ ഓഫ് എ പ്രിസിപ്പിറ്റേറ്റ്. എന്താണ് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്? അത് ഒരു 2 പ്രോഡക്ട്സിൽ ഒരെണ്ണം സോളിഡ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്, അതാണ് പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഇൻഡിക്കേഷനാണ്. അപ്പോൾ അതും നമുക്ക് നോക്കി അറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു. പിന്നീട് വരുന്ന ചേഞ്ച് ഇൻ കളർ, ടെമ്പറേച്ചർ ആൻഡ് സ്റ്റേറ്റ്, ഇത് 3ഉം ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻ? ഡി എന്താണ് ഓപ്ഷൻ? ഓൾ ഓഫ് ദി അബോ. അപ്പോൾ ഈ മോളിൽ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷനും കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നുള്ളതിന് ഇൻഡിക്കേഷനാണ്. ഓക്കെ, അപ്പം നമുക്കതാണോ നമ്മുടെ ഓപ്ഷൻ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയ സൊല്യൂഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, അതായത് ഓൾ ഓഫ് ദി എബോ ആണ് നമുക്ക് കിട്ടിയ ഓപ്ഷൻ. അപ്പം ഇതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്കറിയുന്ന ഇൻഡിക്കേഷൻസ്. ഓക്കെ, അപ്പം നമുക്ക് ആ കെമിക്കൽ റിയാക്ഷനിൽ എന്താണെന്നും അതിൻ്റെ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കെമിക്കൽ റിയാക്ഷനും കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചൊക്കെ വീഡിയോസ് നമ്മുടെ ലേണേഴ്സ് ഇന്ത്യയിലെ മൈ സ്കൂൾ ആപ്പിൽ ഉണ്ട്. അപ്പം നിങ്ങൾക്കത് നോക്കിയിട്ട് ആ വീഡിയോസും അസൈൻമെൻറ്റ്സും കൂടുതൽ MCQ നമുക്കതിൽ നിങ്ങൾക്ക് അതിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് അപ്പം ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. അതായത് ഈ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ കെമിക്കൽ ഇക്വേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് കെമിക്കൽ ഇക്വേഷൻ? അതായത് ഒരു റിയാക്ഷനെ നമ്മൾ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, കെമിക്കൽ ഇക്വേഷൻ എന്ന് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഫുൾ സ്റ്റേറ്റ്മെൻ്റ് അല്ല എഴുതുന്നത്, അതിന് പകരം നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, സിമ്പിൾസും ഫോമുല എല്ലാം പഠിക്കുന്നു, എലമെൻസിൻ്റെ സിമ്പിൾസും അത് വെച്ചിട്ട് ഫോമുല എഴുതുന്നെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ സിമ്പിൾസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം എന്താണ് കെമിക്കൽ ഇക്വേഷനായിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
ഇതെന്താണ്? അപ്പോൾ കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതൊന്ന് നോക്കൂ ഈ ക്വസ്റ്റ്യൻ. ഇഫ് യു റീറൈറ്റ് ദ ഫോളോയിങ് വേർഡ് ഇക്വേഷൻ, ഇപ്പോൾ ഇവിടെ ഒരു ടേം വന്നു, എന്താണ്? വേർഡ് ഇക്വേഷൻ. അതൊന്ന് നോക്കി വയ്ക്കുക, നമുക്കിപ്പോൾ പറയാം ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. ആസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, what will be the coefficient and symbol for iodine B? അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നോക്കൂ, എന്താണ്? പൊട്ടാഷ്യം ബ്രോമൈഡ് പ്ലസ് അയോഡിൻ ഗീവ്സ് ബ്രോമിൻ പ്ലസ് പൊട്ടാഷ്യം അയോഡൈഡ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താ? ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് വന്നു. എന്താണ് ഡൗട്ട്? ഇപ്പോൾ പിന്നെ ഇവിടെ എന്തിനാണ് ഞാൻ ആ വേർഡ്സിൽ എഴുതിയത്, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എന്തിന് വേർഡ്സിൽ എഴുതിയത്? കാരണം പൊട്ടാഷ്യം ബ്രോമൈഡിൻ്റെയൊക്കെ സിമ്പിൾസ് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. അതൊരു ഡൗട്ട് വന്നില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സംടൈംസ് നമ്മൾ ഈ ഇക്വേഷനെ എന്തായിട്ട് എഴുതും? വേർഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ വേർഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? അതിനെയാണ് നമ്മളിവിടെ വേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ അതിൻ്റെ വേർഡ് ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഇക്വേഷൻസിനെ വേർഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വേർഡ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഒരു വേർഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് അയഡിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്നാണ്. അതായത് അയഡിൻ്റെ കോഎഫിഷ്യൻറ്റും അതിൻ്റെ സിമ്പലും എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വേർഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ. അപ്പം നമ്മൾ ഇതിനെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിൻ്റെ അതായത് അയോഡിൻ്റെ കോഎഫിഷ്യൻറ്റും അതിൻ്റെ സിമ്പലും എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. അതായത് ഇവിടെ തന്നിരിക്കുന്ന വേർഡ് ഇക്വേഷൻ നമുക്ക് ആ കെമിക്കൽ ഇക്വേഷനിലൊന്ന് എഴുതി നോക്കാം. അപ്പം എന്താണ് ആദ്യം? എന്താണ് പൊട്ടാഷ്യം ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, പൊട്ടാഷ്യം ബ്രോമൈഡ് KBr. ഓക്കെ, പ്ലസ് ഇവിടെ എന്താണ്? അയോഡിൻ ഗീവ്സ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്? ബ്രോമിൻ പ്ലസ് പൊട്ടാഷ്യം അയോഡൈഡ് Ki. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വേഷൻ നമ്മൾ ബാലൻസ്ഡ് അല്ല. ഇത് ബാലൻസ് ചെയ്യുക. അടുത്ത ഇതിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ വേർഡ് ഇക്വേഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, KBr അതായത് പൊട്ടാഷ്യം ബ്രോമൈഡ് പ്ലസ് അയോഡിൻ ഗീവ്സ് ബ്രോമിൻ പ്ലസ് പൊട്ടാഷ്യം അയോഡൈഡ്. ഇതാണ് ഇക്വേഷൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കോഎഫിഷ്യൻ്റ് ആൻഡ് സിമ്പൽ ഫോർ അയോഡിൻ ആണ്. അപ്പം അയഡിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? ഇവിടെ എന്താണ്? 1 ആണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ സിമ്പൽ എന്താണ്? അയഡിൻ്റെ സിമ്പൽ എന്താണ്? ഇവിടെ നോക്കൂ, I2. എന്തുകൊണ്ടാണ് ഇവിടെ I2 എഴുതിയത്? കാരണം ഇവിടെ അയോഡിൻ്റെ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ 2 ആണ്. ദാറ്റ് മീൻസ് എന്താണ് അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ടോ അതാണ് അതിൻ്റെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മോളിക്യൂളാണ്. അപ്പോൾ അതിൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ഇല്ലേ, അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തെഴുതി? I2. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്തായിരിക്കും? എന്താണ്? അയഡിൻ്റെ സിമ്പൽ എന്താണ്? അപ്പോൾ ഏതാണ് അതിൻ്റെ ഓപ്ഷൻ? മനസ്സിലായോ? അത് ആ ഓപ്ഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന്? D ആണ് അതിൻ്റെ ഓപ്ഷൻ. ഓക്കെ, I2. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായി. അപ്പോൾ നമ്മളിതിനകത്ത് ഒരു വേർഡ് ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്നും കണ്ടു, അതിനെ നമ്മളൊരു കെമിക്കൽ ഇക്വേഷനായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്നും കണ്ടു, അല്ലേ? അപ്പോൾ ഈ കെമിക്കൽ ഇക്വേഷൻ എഴുതിയാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. എന്താണത്? അതായത് ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എന്നുള്ളത്.
ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ബാലൻസിങ് ഓഫ് ഇക്വേഷൻസിൻ്റെ വീഡിയോസ് നമ്മുടെ ലേണേഴ്സ് ഇന്ത്യയിലെ മൈ സ്കൂൾ ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അതിൻ്റെ ബാലൻസ് ചെയ്യുന്ന രീതി, അതായത് ഏതൊക്കെ സ്റ്റെപ്പിലാണ് അതിൻ്റെ ഓരോ സ്റ്റെപ്പും, അതായത് പിന്നെ ബാലൻസ് ചെയ്യുമ്പം ഏതൊക്കെ റൂൾസാണ് ഒബേ ചെയ്ത് ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ സ്റ്റുഡൻറ്റ് ആപ്പിലോ മൈ സ്കൂൾ ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിൽ ആ വീഡിയോസ് കാണാം. ഓക്കെ, അപ്പം ഇത് എന്താണ് ബാലൻസിങ് ഓഫ് ഇക്വേഷനും അതെങ്ങനെയാണ് അതിൻ്റെ ഒരു MCQ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ? ഇത് നോക്കൂ. ബാലൻസ് ചെയ്യുന്ന പറഞ്ഞാൽ അപ്പം നമ്മൾ ഈ പിക്ചറിൽ നോക്കിയപ്പം ഒരു ബാലൻസിൽ 2 പാനിലും ഒരേപോലെ സാധനങ്ങൾ വരുന്നു. കാരണം അതിനർത്ഥം എന്താണ്? രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇത് തന്നെയാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ബാലൻസിങ് എന്ന് പറഞ്ഞാൽ 2 സൈഡും, അതായത് ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കണം. അതാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. അത് നോക്കൂ, ടോട്ടൽ മാസ് ഓഫ് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ റിയാക്റ്റൻറ്റ് സൈഡ്. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിൽ എത്രയുണ്ടോ അത്ര തന്നെ പ്രോഡക്റ്റിലും കാണണം. അതെന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്ന ബോത്ത് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. അതായത് ടോട്ടൽ മാസ് ഓഫ് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ പ്രോഡക്ട്സ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഹാസ് ടു ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ റിയാക്റ്റൻറ്റ് സൈഡ്. അപ്പം റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത് എത്രയോ അത്ര തന്നെ പ്രോഡക്റ്റ് സൈഡിൽ നമുക്കുണ്ടായിരിക്കണം. ഇതാണ് നമ്മൾ ബാലൻസിങ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എന്താണ് അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? ഇറ്റ് ഈസ് നെസസറി ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ ലോ ഓഫ്. ഓക്കെ, അപ്പോൾ ഈ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഏതെങ്കിലും ലോയെ ബേസ് ചെയ്തിട്ടാണോ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് ഓർത്ത് നോക്കിക്കുക ഏത് ലോയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസിങ് ഓഫ് ഇക്വേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലോയുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ 4 ഓപ്ഷനിൽ നിന്ന് ഏത് ലോയെ ബേസ് ചെയ്തിട്ടാണ് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ ചെയ്യുന്നത്? ഏതാണ്? മനസ്സിലായല്ലോ, ഏത് ഓപ്ഷനാണ്? ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മോഷൻ ആണോ? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണോ? കൺസർവേഷൻ ഓഫ് എനർജി ആണോ? കൺസർവേഷൻ ഓഫ് മാസ്? ഏതാണ്? അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസിങ് ഇക്വേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാലൻസിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ എപ്പോഴൊക്കെ നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നോ അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. കാരണം നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ കുറേ വേർഡ് ഇക്വേഷൻസ് തന്നിട്ട് ബാലൻസ് ചെയ്യാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് മസ്റ്റാണ്. കാരണം നമ്മൾക്ക് ബാലൻസ് ചെയ്യാതെ ഒരു ഇക്വേഷൻ ഇട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാലൻസിങ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റുമാണ് പിന്നെ കെമിസ്ട്രിയിൽ തന്നെ. നമ്മൾ എത്ര കാലം കെമിസ്ട്രി പഠിക്കുന്നോ അപ്പോഴെല്ലാം നമ്മൾ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് ചെയ്യുന്നത് മസ്റ്റാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഏത് ലോയെ ബേസ് ചെയ്തിട്ടാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നമുക്ക് അറിയാമല്ലോ എന്താണ്? ബോത്ത് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. എത്ര റിയാക്റ്റൻസ് ഉണ്ടോ അത്ര തന്നെ പ്രോഡക്ട്സ് അതിനകത്ത് ഉണ്ടാവണം. സോ ദിസ് ഈസ് കോൾഡ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ ആൻഡ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലോ. ഏത് ലോ ആണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യനോടെ നോക്കാം. ഓക്കെ, ഇതിൽ ഐഡൻറ്റിഫൈ എക്സ് y and z in the following balanced chemical equation. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഇവിടെ കോഎഫിഷ്യൻസ് ആയിട്ട് അവിടെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ കാണാം. അവിടെ കോഎഫിഷ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ്, ഇവിടെ വൈ. ഇവിടെ വൈ, ഓക്കെ, ഇവിടെ ഇസഡ്. അതാണ് അതിൻ്റെ കോഎഫിഷ്യൻസ്. പക്ഷേ ഈ ഇക്വേഷനിൽ എക്സും വൈയും ഇസഡും ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബാലൻസിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇതിൽ ഈ ഇക്വേഷനിൽ ചെയ്ത് നോക്കുക. അതിന് ശേഷം നമുക്കതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം.
ഇതാണ് 4 ഓപ്ഷൻ. അതായത് x2 ആകാം, y പിന്നെ 4 z2, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അതുപോലെയാണ് 4 ഓപ്ഷനും തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ നിങ്ങൾ അത് ബാലൻസ് ചെയ്ത് നോക്കുക. ആ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ്, നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യത്തെ റിയാക്റ്റൻ്റ്? PbNO3 ട്വൈസ്. ഓക്കെ, അത് ഡീകമ്പോസ് ചെയ്ത് നമുക്കുണ്ടാകുന്നത് PbO, ഓക്കെ, പ്ലസ് NO2 പ്ലസ് O2. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻസ് ആയിട്ട് എക്സ് വൈ ഇസഡ് തന്നിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ നമ്പേഴ്സ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, PbNO3 ട്വൈസ്. അപ്പോൾ ഇവിടെ PB1 ആണ്. n എന്ന് പറഞ്ഞതാണ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഈ n-നും ഒയ്ക്കും ഉള്ളതാണ് ഈ 2 എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതിന് ഇൻക്ലൂഡഡ് ആണ് ഈ 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം N2 O എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3 ആണ് ഇവിടെ ഇൻസൈഡ് ബ്രാക്കറ്റ്, ഔട്ട് സൈഡിൽ 2 ആണ്. അപ്പോൾ 3 × 2 6 ആണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ റിയാക്റ്റൻറ്റ് സൈഡിൽ. അപ്പോൾ ഇവിടെ PbO NO2 പ്ലസ് O2. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എത്രയൊക്കെയാണ് നമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ PB എത്രയുണ്ട്? 1 ആണ്. അവിടെ PB1 ആണ്. ഓക്കെ, ഇറ്റ്സ് ബാലൻസ്ഡ്. ഓക്കെ, N അവിടെ എത്രയാണ്? N ഇവിടെ 2 ആണ്. അവിടെ 1 ഉള്ളൂ. O ഇവിടെ 6 ആണ്. അവിടെ 6 എത്രയുണ്ടോ? നോക്കൂ, 2 ഇവിടെ ഉണ്ട്. 2, അപ്പോൾ ഇവിടെ ഒരു പ്ലസ് സൈൻ ആയതുകൊണ്ട് ഇവിടെ പ്ലസ്. 2 + 2 4 പ്ലസ് 1 ആണ്. അപ്പോൾ 2 + 2 4 + 1 5 ആയി. അപ്പോൾ ഇവിടെ 6 വേണം. അപ്പോൾ നമുക്കിവിടെ ഒരു 2 ഇട്ട് കൊടുത്താലോ? ഓക്കെ, അപ്പം ഓക്സിജൻ ബാലൻസ്ഡ് ആയി. 2 + 2 + 2 6 ആയി. അപ്പോൾ 6 ഓക്സിജനായി. അപ്പോൾ ഇനി നമുക്ക് ഏതാണ് ബാലൻസ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ PB ഇവിടെ മാറി അല്ലേ? ഇപ്പോൾ PBയുടെ എത്രയായി? 2 ആയിരുന്നു. അവിടെ 2, ഇവിടെ 1. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 ഇട്ട് കൊടുത്തേ വെക്കുള്ളൂ. അപ്പോൾ എന്തായി? അപ്പോൾ നോക്കൂ, 2 PB ആയി. അപ്പോൾ ഓക്സിജൻ വീണ്ടും മാറി അല്ലേ? അപ്പോൾ അതിന് മുമ്പേ നൈട്രജൻ എത്ര ഉണ്ട്? നൈട്രജൻ ഇവിടെ 2 × 2 4 ആണ്. അപ്പോൾ നമുക്ക് 4 ഇട്ട് കൊടുക്കാം നൈട്രജന്. ഓക്കെ, അപ്പോൾ ഇനി നോക്ക്, ബാലൻസ്ഡ് ആയോ നോക്കൂ. 2 PB, കാരണം നമ്മൾ ഒരു എലമെൻറ്റ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത എലമെൻറ്റ് മാറുമെങ്കിലും അത് അപ്പോഴത്തേന് ബാലൻസ്ഡ് ആയി പോകും. കാരണം ആദ്യം അത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ നമ്മളോട് 6 ഇട്ടിട്ടാണ് ബാലൻസ് ചെയ്യാൻ നോക്കി. 6 ഇട്ടിട്ട് ബാലൻസ് ചെയ്യാൻ നോക്കിയപ്പോൾ ലെഡിനെ നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഓക്സിജൻ്റെ നമ്പർ മാറി. പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇക്വേഷൻ ചിലപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം ആയോ എന്ന്. 2 PB. ഓക്കെ, N എന്ന് പറയുന്നത് 2 × 2 4 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എത്രയുണ്ട്? 4 ഉണ്ടല്ലോ അല്ലേ? പിന്നീട് എന്താണ്? ഓക്സിജനാണ്. ഓക്സിജൻ 3 × 2 6 ആണ്. 6 × 2 എത്രയായി? 12 ആയി. അപ്പോൾ അവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, 2 ഉണ്ട്. 2 പ്ലസ് ഇവിടെ 4 × 2 എത്ര? 8 അല്ലേ? 8 + 2 10. 10 + 2 12. അപ്പോൾ ഓക്സിജനും ബാലൻസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ 4 ഓപ്ഷൻസിൽ ഏത് നമ്പർ സെലക്ട് ചെയ്യാം? അതായത് നമുക്കിപ്പം X2, Y എന്താണ്? Y ഇവിടെ 2 ആണ് അല്ലേ? 2. അപ്പോൾ Z എത്രയായി? ഇവിടെ 4. ഓക്കെ, 2 2 4. ഈ ഓപ്ഷൻ നമുക്ക് അതിലുണ്ടോ? ഉണ്ടല്ലോ. 2 2 4 ഉണ്ടോ? ഓക്കെ, അപ്പം 2 2 4. ഓക്കെ, ദാറ്റ് ഈസ് ദ ഓപ്ഷൻ. ഓക്കെ, പിന്നീട് നമുക്കൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ ഈ ഒരു ബ്രാക്കറ്റിൽ ഇവിടെ SG എന്നൊക്കെ കിടക്കുന്നത് അത് നമുക്കറിയാം എന്താണെന്ന്. അത് ആ സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ഇക്വേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ നമ്മളൊരു ബാലൻസ്ഡ് ഇക്വേഷനിൽ എഴുതുന്നത്. ഓക്കെ.
അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 2 to 4 ആണോ എന്ന് നോക്കാം. നമ്മൾ ചെയ്ത ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. കറക്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയത് x is 2, y is 2 and z is 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ ബാലൻസ് ചെയ്തു, നമുക്കതിൻ്റെ ഓപ്ഷൻ കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മൾ ചാപ്റ്ററിൽ ഹെഡിങ്ങിൽ തന്നെ കണ്ടു കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻസും അതെങ്ങനെ ബാലൻസ് ചെയ്യാമെന്നുള്ളത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ 2 ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ. അതായത് ഫസ്റ്റ് റിയാക്ഷൻ ആണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പം എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? അതിൽ നമുക്ക് നോക്കാം അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന്. ഓക്കെ, a reaction in which a single product is formed as a result of the reaction of 2 or more elements or compounds or element and a compound. അതായത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് കിട്ടുന്ന ഒരു റിയാക്ഷൻ. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ റിയാക്റ്റൻസ് കാണും. അതായത് റിയാക്റ്റൻസ് നമുക്കറിയാമല്ലോ, റിയാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ്. അതിൽ ഒന്നുകിൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ എലമെൻറ്റ്സും കോമ്പൗണ്ട്സും കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ എലമെൻറ്റ് ആൻഡ് കോമ്പൗണ്ട്. അപ്പോൾ ഇത് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ പ്രോഡക്റ്റ് കിട്ടുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു MCQ നോക്കാം. ഓക്കെ, എന്താണ് കോമ്പിനേഷൻ റിയാക്ഷനിൽ? അപ്പോൾ ഇവിടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക്, വായിച്ചേ. ക്വസ്റ്റ്യൻ എന്താണ്? ദ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് വിത്ത് ഓക്സിജൻ ഗ്യാസ് ടു ഫോം വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജനും ഹൈഡ്രജൻ എലമെൻറ്റും ഓക്സിജൻ എലമെൻറ്റും കമ്പൈൻ ചെയ്ത് നമുക്കിവിടെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അത് എന്തിന് എക്സാമ്പിളാണ്. നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓക്കെ, എന്താണ് കോമ്പിനേഷൻ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായി അത് ഏത് റിയാക്ഷൻ എക്സാമ്പിളാണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. എന്താണ്? ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ റിയാക്ട് ചെയ്ത് ഇവിടെ വാട്ടർ കിട്ടുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ബാലൻസ്ഡ് ഇക്വേഷൻ ഇതാണ്, 2H2 + O2 gives 2H2. ഓക്കെ, അതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എലമെൻറ്റും ഓക്സിജൻ എലമെൻറ്റും കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? വാട്ടർ. അപ്പോൾ അവിടെ എന്താണ്? അപ്പോൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണോ? ആണല്ലോ. കാരണം ഇവിടെ എന്താണ്? നമുക്കിവിടെ കിട്ടുന്ന ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ സിംഗിൾ പ്രോഡക്റ്റ് കിട്ടുന്ന ഒരു റിയാക്ഷനെ നമ്മൾ പറയുന്നതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ് ഇവിടെ? യെസ്, ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. അതാണ് ഈ ഓക്സിജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് വാട്ടറാണ്. അത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ്. സോ വി ഗെറ്റ് വാട്ടർ ആസ് എ സിംഗിൾ പ്രോഡക്റ്റ്. അപ്പോൾ അത് കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ 2 ടൈപ്പ് റിയാക്ഷനാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കോമ്പിനേഷൻ റിയാക്ഷനാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ടൈപ്പ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. അപ്പോൾ എന്താണ് ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ? നോക്കൂ, ഡീകമ്പോസ് അതായത് കമ്പോസിൻ്റെ ഓപ്പോസിറ്റ്. അതായത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്ത ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ട്. ഈ ഒരു സിംഗിൾ റിയാക്റ്റൻറ്റ് സ്പ്ലിറ്റ് ചെയ്ത് 2 അതിൽ കൂടുതലോ സിംപ്ലർ സബ്സ്റ്റൻസസ് ഉണ്ടാകുന്നത് ഡീകമ്പോസ് ആണ്. അത് ഒരു സിംഗിൾ പ്രോഡക്റ്റ്, അതായത് സിംഗിൾ റിയാക്റ്റൻറ്റ് സ്പ്ലിറ്റ് ചെയ്ത് സിംപ്ലർ പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നത്, അതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ എന്താണ് എൻ്റെ ഡെഫിനിഷൻ? ഓക്കെ, എ സിംഗിൾ റിയാക്റ്റൻറ്റ് ബ്രേക്സ് ഡൗൺ ടു ഗീവ് സിംപ്ലർ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോമ്പോസിഷൻ്റെ ഓർ കോമ്പിനേഷൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ ഡീകമ്പോസിഷൻ. കോമ്പിനേഷൻ എന്താണ്? ഒന്നിലധികം സബ്സ്റ്റൻസസ് കമ്പൈൻ ചെയ്ത് സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് ഇവിടെ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ റിയാക്റ്റൻറ്റ് കമ്പൈൻ ചെയ്ത്
എന്താവുന്നു, അത് സിംപ്ലർ സബ്സ്റ്റൻസസ് ആയിട്ട് മാറുന്നു. അതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമുക്ക് 3 തരമുണ്ട്. അതായത് ചില ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് നടക്കുന്നത് എന്താണ്, ലൈറ്റിൻ്റെ പ്രസൻസിൽ. ചില ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് നടക്കുന്നത് ഹീറ്റിൻ്റെ പ്രസൻസിൽ. സം ഡീകമ്പോസിഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ആ 3 എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ. അതായത് തെർമൽ ഡീകമ്പോസിഷൻ എന്താണ്, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. തെർമൽ ഡീകമ്പോസിഷൻ എന്തിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്, ഹീറ്റിൻ്റെ പ്രസൻസിൽ. ഓക്കെ, അപ്പം തെർമൽ ആ വേർഡ് തന്നെ അറിയാം, ഹീറ്റ് എന്നാണ്. അപ്പോൾ തെർമൽ ഡീകമ്പോസിഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ്. അതായത് ഏതൊരു കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഡീകമ്പോസിഷൻ നടക്കുന്നത്, അതാണ് തെർമൽ ഡീകമ്പോസിഷൻ. അടുത്തത് എന്താണ്, ഇലക്ട്രോകെമിക്കൽ ഡീകമ്പോസിഷൻ. ഓക്കെ, ഇലക്ട്രോകെമിക്കൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം ആ ഡീകമ്പോസിഷൻ ഓർ ഇലക്ട്രോകെമിക്കൽ ഡീകമ്പോസിഷൻ ഹാപ്പൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. അതാണ് ഇലക്ട്രോകെമിക്കൽ ഡീകമ്പോസിഷൻ. പിന്നീട് ഒരു ഡീകമ്പോസിഷനുണ്ട് ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ. അതായത് ലൈറ്റിൻ്റെ പ്രസൻസിൽ. ഫോട്ടോ മീൻസ് ലൈറ്റാണ്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഡീകമ്പോസിഷനാണ് ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ. അപ്പോൾ ഈ 3 ടൈപ്പ് ഡീകമ്പോസിഷൻ റിയാക്ഷനാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് അപ്പോൾ മനസ്സിലായല്ലോ 3 ടൈപ്പ് ഡീകമ്പോസിഷൻ. ഇതിന് നമുക്ക് 1-2 MCQ നോക്കാം. ഓക്കെ, അത് നോക്കൂ. What type of chemical reaction takes place when electricity is passed through water? അപ്പം നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇലക്ട്രോകെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വയ്ക്കാം. അപ്പം നമുക്ക് ഇതിൽ ഇപ്പം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ വാട്ടർ. അപ്പോൾ നോക്കൂ, വാട്ടർ ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. അതേപോലെ അറ്റ് ദ സെയിം ടൈം ഈ വാട്ടർ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നത് ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അത് 2 റിയാക്ഷൻ ഓർത്ത് വെച്ചാൽ മതി. അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് സെയിം എക്സാമ്പിൾ തന്നെ എഴുതാം. കാരണം വാട്ടർ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നത് ഒരു ഡീകമ്പോസിഷനും ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ആകുന്നത് ഒരു കോമ്പിനേഷനും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, അപ്പം വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ വാട്ടർ. എന്താണ് അതിനകത്ത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ്, കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡബിൾ. ഇത് 4 നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ടൈപ്സ് ഓഫ് ഇക്വേഷൻ. നമ്മളിപ്പോൾ 2 ഇവിടെ ഡിസ്കസ് ചെയ്തത്, അതായത് കോമ്പിനേഷനും ഡീകമ്പോസിഷനും. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ഓപ്ഷൻ? വാട്ടർ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഏത് ആണ്? ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ നടക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അതാണോ നമ്മുടെ ഓപ്ഷൻ എന്ന് നോക്കാം. യെസ്, ദാറ്റ് ഈസ് എ കറക്റ്റ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ഇവിടെ കിട്ടിയ ഓപ്ഷൻ ഏതാണ്? സി. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് ഓപ്ഷൻ, ദ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് നോക്കൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എന്താണ്? വി സ്റ്റോർ സിൽവർ ക്ലോറൈഡ് ഇൻ എ ഡാർക്ക് കളേർഡ് ബോട്ടിൽ ബിക്കോസ് ഇറ്റ് ഈസ്. കാരണം സിൽവർ ക്ലോറൈഡ് നമ്മൾ എവിടെയാണ്? ഡാർക്ക് കളേർഡ് ബോട്ടിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്താണ് റീസൺ? ഓക്കെ, നമുക്കതിൻ്റെ ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓക്കെ, എ വൈറ്റ് സോളിഡ്, because it's a white solid and undergoes redox reaction, and to avoid action by sunlight, none of the above. ഓക്കെ, അപ്പോൾ അതൊരു വൈറ്റ് സോളിഡ് ആയതുകൊണ്ടാണോ അത് പിന്നെ ഡാർക്ക് കളർഡ് ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്നത്? ആണോ? നമുക്ക് നോക്കാം. അണ്ടർഗോസ് റിഡോക്സ് റിയാക്ഷൻ, അതിനൊരു റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നു. റിഡോക്സ് റിയാക്ഷൻ നമുക്കറിയാമല്ലോ, ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ അടുത്ത ഡബിൾ ഡീകമ്പോസിഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് റിഡോക്സ് റിയാക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് 4th ടൈപ്പ് ഓഫ് റിയാക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
അപ്പം ടു അവോയ്ഡ് ആക്ഷൻ ബൈ സൺലൈറ്റ്. ഓക്കെ, അപ്പം ഈ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ സിൽവർ ക്ലോറൈഡിന് എന്തോ സംഭവിക്കുന്നത് കൊണ്ടാണോ അത് ഡാർക്ക് കളർ ബോട്ടിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഇത് തേർഡ് ഓപ്ഷൻ, നൺ ഓഫ് ദി എബവ്, അത് ഒന്നും അല്ല എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു എക്സാമ്പിൾ, അതായത് സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്യും. അതായത് സിൽവറും, അത് എന്താണ് അതിൻ്റെ ഇക്വേഷൻ എന്താണ്? AgCl when it is exposed to light. When it is exposed to light, എന്താണെന്ന്? It becomes silver and chlorine, Cl2. അപ്പോൾ ഇവിടെ 2AgCl 2AgCl, that's a balanced equation. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ എപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതിയാലും ബാലൻസ് ചെയ്യുന്നത് ഓർക്കുക, അത് മസ്റ്റാണ്. അപ്പോൾ ഇവിടെ സിൽവർ ക്ലോറൈഡ് ലൈറ്റിൻ്റെ പ്രസൻസിൽ സിൽവറും ക്ലോറിനുമായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഇതിന് ഡീകമ്പോസിഷൻ സംഭവിച്ചു അല്ലേ? അപ്പോൾ ഈ ഡീകമ്പോസിഷൻ എന്തിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്? ലൈറ്റിൻ്റെ. അപ്പോൾ ഇവിടെ ഡാർക്ക് കളേർഡ് ബോട്ടിലല്ല, ലൈറ്റ് കളേർഡ് ബോട്ടിലാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇതിനകത്ത് ലൈറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് സിൽവറും ക്ലോറിനുമായിട്ട് മാറും. അപ്പോൾ പിന്നെ നമ്മൾ സിൽവർ ക്ലോറൈഡ് ലാബിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ലാതാവും, അതെന്താവും? സിൽവറും ക്ലോറിനുമായിട്ട് മാറും. അപ്പോൾ പിന്നെ അതുകൊണ്ട് അതിനെ എവിടെ നമ്മൾ സ്റ്റോർ ചെയ്യണം? ഡാർക്ക് കളേർഡ് ബോട്ടിൽ. അതായത് ലൈറ്റ് കൊണ്ട് അതിന് ഡീകമ്പോസിഷൻ നടക്കാതെ ഇരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഡാർക്ക് കളേർഡ് ബോട്ടിൽസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഓപ്ഷൻ എന്താണെന്ന്. യെസ്, ദാറ്റ് ഈസ് ദ ഓപ്ഷൻ. നമ്മൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ടു അവോയ്ഡ് ആക്ഷൻ ബൈ സൺലൈറ്റ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഇപ്പം ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ 2 കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് കോമ്പിനേഷൻ റിയാക്ഷനും ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ അതിൽ അതിൻ്റെ MCQ, കാരണം ഇങ്ങനെയാണ്, കാരണം നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഡയറക്റ്റ് അല്ല ചോദിച്ചത് അല്ലേ? എന്താണ് ഇത്? സൺലൈറ്റിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഒന്നും അല്ല. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയണം, കാരണം ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു റിയാക്ഷനെ കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡിസ്കഷൻ ഫോറത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഈ പറഞ്ഞതിലെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്കഷൻ ഫോറത്തിൽ ടൈപ്പ് ചെയ്യാം. നമുക്കവിടെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ലേണേഴ്സ് ഇന്ത്യയുടെ മൈ സ്കൂൾ ആപ്പിൽ ഈ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും അസൈൻമെൻറ്റ്സും MCQ എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്കത് നോക്കി അതിൻ്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം നിങ്ങൾക്കത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയായിരിക്കും കുറേ MCQ ചെയ്യുമ്പോൾ? MCQ എന്ന് പറഞ്ഞാൽ ഈസിയാണ്, പക്ഷേ നമുക്ക് അറിയാം 4 ഓപ്ഷനിൽ നമ്മൾ കറക്റ്റായിട്ട് 4 ഓപ്ഷൻ ചെയ്തില്ലെങ്കിൽ നമുക്കത് മിസ്സായി പോകും. അതുകൊണ്ട് നിങ്ങൾ അത് കുറേ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസും ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസും പിന്നെ ടൈപ്സ് ഓഫ് ഇക്വേഷൻസാണ് ചെയ്തത്. അപ്പം നിങ്ങൾ അത് ഡിസ്കഷൻ ഫോറത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാം. അത് നമ്മുടെ മൈ സ്കൂൾ ആപ്പ് അതിൽ പുതിയതായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ആ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.